പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബ്രഹാത്തിൻ്റെ അവിടെ സോദോമിൻ്റെയും അബ്രഹാത്തിൻ്റെയും ലോത്തിൻ്റെയും കാര്യങ്ങൾ, സോദോം ഗൊമോറയൊക്കെ ഉള്ള നാശം, അവരുടെ മ്ലേച്ഛതകൾക്കൊക്കെ തക്കതായ ശിക്ഷ ദൈവം കൊടുക്കുന്നു. അത് നമ്മൾ കണ്ടു. അതായത് സോദോമിൽ ലോത്ത് താമസിക്കാൻ തീരുമാനിച്ചത് പുറമേയുള്ള പകിട്ട് നോക്കിയാണ്. അതായത് ധാരാളമായ സമ്പത്തും എല്ലാം തികഞ്ഞ ഫലഭൂയിഷ്ടമായുള്ള പ്രദേശം പോലെയൊക്കെ തോന്നി. എല്ലാം കൃഷികൾ എല്ലാം ഉണ്ട്, സമ്പത്തുകളെല്ലാം ഉണ്ട്, അതിനൊക്കെയുള്ള സാധ്യതകൾ ഇനിയും കൂടുതൽ നേടാനുണ്ട്. അപ്പോൾ എല്ലാം ഒരു പരിഷ്കൃത ജനം പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് അവിടെ ലോത്ത് തിരഞ്ഞെടുത്തത്. അപ്പോൾ പുറമേയുള്ള പകിട്ട് നോക്കിയല്ല നമ്മൾ എപ്പോഴും നന്മ, ഒരു മനുഷ്യൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ നന്മ നമ്മൾ കണക്കാക്കേണ്ടുന്നത്. അത് പുറമേ ഒന്നും ചില അകത്തൊന്നും ആയിരിക്കും. ഇവിടെ സോദോമിനെ പോലെ. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറ്റിയത്. നൂറ്റാണ്ടുകളായിട്ട് അവർ തിന്മയിൽ തന്നെ ഉറച്ച് നിൽക്കുകയായിരുന്നു. ദൈവം ഇത്രയും നാൾ കാത്തിരുന്നിട്ടും അതിന് രക്ഷയുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിപ്പോൾ പറയുന്നതിന് മുൻപോട്ട് ആദ്യമായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇത് യൂട്യൂബിൽ, എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ ലിങ്ക് ഇടത്തോളം യൂട്യൂബിലോട്ട്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബ് കാണണം. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവ കാര്യമാണ്, ഈശ്വര കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ജ്ഞാനം നേടുന്നതിന്, അറിവ് നേടുന്നതിന് ഇത് നല്ലതാണ്. അപ്പം അതിൻ്റെ ആവശ്യമാണ്. ഇന്നത്തെ ഈ ലോകത്തിലെ അധാർമികതയും ഒക്കെ തിന്മകളും ഒക്കെ പെരുകുന്ന ഈ ലോകമാണ്. അന്നത്തെ പോലെ തന്നെയാണ് ഇന്ന്. അപ്പം ഇത് അത് 4000-ഓളം വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അന്നത്തെ ഈ കാര്യങ്ങൾ പിന്നീട് എഴുതി വെച്ചത് നമ്മളെ ഇന്നത്തെ തലമുറയ്ക്കും കൂടെ അറിയാൻ വേണ്ടിയാണെന്നാണ് സാരം. കാരണം ഏതാണ്ട് അന്നത്തെ പോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് അറിയട്ടെ, എല്ലാവരിലുള്ള നന്മകൾ തിരിച്ചറിയട്ടെ, എല്ലാവരും ദൈവത്തെ അറിയട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് വേണ്ടി അവരോട് പറയണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ അത് പതിവായിട്ട് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ചെയ്യുന്ന വീഡിയോകളെല്ലാം. അതുപോലെ തന്നെ പ്രാർത്ഥനകളുമൊക്കെ. ഇനിയും ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും സൗകര്യമുള്ളവർ, അതിന് സാധ്യതയുള്ളവർ, തങ്ങളെ കൊണ്ട് കഴിയുന്നവർ എവിടെയെങ്കിലും ഒരു വചനധ്യാനം നടത്തുന്നതിന് ഒരു 2 മണിക്കൂർ മതി നമുക്ക്. അങ്ങനെയുള്ള സ്ഥലം എവിടെയെങ്കിലും ഒരുക്കിയാൽ, വല്ല ഹാളുകളോ സ്കൂളുകളോ എവിടെയെങ്കിലും ഒന്ന് ഒരുക്കിയാൽ നിങ്ങൾ ഒരുക്കണം. എനിക്കൊന്നും എടുക്കാൻ എനിക്ക് സ്വന്തമായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരുക്കിയാൽ ഞാൻ വന്ന് ഇത് നടത്തുന്നതായിരിക്കും. അപ്പോൾ അതിന് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അതിൻ്റെ കൂടെ ആരുമില്ല. അതിന് ഞങ്ങൾ 2-3 പേരെ കാണത്തുള്ളൂ, 2 പേരെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 3 പേരായിരിക്കും. അതുകൊണ്ട് അതിന് നിങ്ങൾ എവിടെയെങ്കിലും ഒരുക്കണം. സാധ്യതയുള്ളവർ ചെയ്യണം. കാരണം ഇതൊരു ദൈവ പ്രവൃത്തിയാണ്, പുണ്യപ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടി. അപ്പോൾ അവിടെ നമുക്ക് സൗഖ്യത്തിനും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാനും കൂടി സാധിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. വീഡിയോയിലൂടെ നമുക്ക് അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് കഴിവുള്ളവർ അത് ചെയ്യണം. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് തീർച്ചയായിട്ടും അറിയിച്ചാൽ അത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലോത്തിൻ്റെ കാര്യമാണ്. അതുപോലെ നമ്മൾ ഇന്നും അതുപോലുള്ള ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം അതുപോലെ ആയിരിക്കുകയാണ്.
അങ്ങനെയുള്ള ദൈവത്തെ അങ്ങനെ മറന്ന് ദൈവത്തെ മനഃപൂർവ്വം എതിർത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന് അത് നശിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കാതെ വരും. ഇന്നിപ്പം നമുക്കും കാണുന്നത് അതൊക്കെയാണ്. ഇവിടെ മാത്രമല്ല, അമേരിക്കയിൽ നടക്കുന്ന മറ്റു രാജ്യങ്ങളെല്ലാം നമ്മൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുക. എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായിപ്പോയി എല്ലായിടത്തും. കേരളത്തിൽ അത് വളരെ കൂടുതലായിട്ട് വന്നിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ കൂടുതൽ ഉണ്ട്, ക്രിസ്ത്യാനികളൊക്കെ കൂടുതലുണ്ട്. അതിനുള്ള എല്ലാ ദൈവത്തെ അറിയാനുള്ള സാഹചര്യങ്ങളെല്ലാം കൂടുതലുണ്ട്. ധ്യാന കേന്ദ്രങ്ങളും വചന പ്രഘോഷണങ്ങളും ഇതെല്ലാം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമ്മൾ ഈ അഭിമാനിക്കുന്ന പുറം പകിട്ട് നോക്കിയാണ്, അതായത് ലോത്ത്, സൊദോം ഗൊമോറ പ്രദേശങ്ങളിൽ ആ പുറം പകിട്ട് കണ്ട് ആകർഷനായി അവിടെ പോയി സുഖമായിട്ട് ജീവിക്കാമെന്ന് പോയതുപോലെയാണ്. അവസാനം ഓടുകൂടി മാത്രം, വെറും ഉടുതുണി മാത്രം, ഈ സമ്പാദിച്ചതെല്ലാം പോയി, അങ്ങോട്ട് കൊണ്ടുപോയ സ്വത്തുക്കളെല്ലാം പോയി, ഉടുതുണിയോടെ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. എന്നിട്ട് ഈ മക്കളും ആ സാഹചര്യത്തിൽ ജീവിച്ച മക്കളെന്നൊക്കെ എന്തോ പറ്റി? അവരും ലോകം മുഴുവനും വെറുക്കത്തക്കവണ്ണം ഉള്ള കൂട്ടരായി. സോതോമ്യരും അമ്മോന്യരും എന്ന് പറയുന്ന രണ്ട് വർഗങ്ങളായി, രണ്ട് പെൺമക്കളുടെയും അവരുടെ സന്തതികൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, നമുക്ക് ഇത് വേണോ അത് വേണോ എന്നുള്ള തീർച്ചയാണ്. നമ്മൾ തിന്മയിൽ നിന്ന് നമ്മൾ മാറിയെങ്കിലേ പറ്റുകയുള്ളൂ. അത് മാറണം. അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടുന്നത്. നമ്മളൊരു ഇലക്ട്രിസിറ്റി ഫെയിലായി. അപ്പോൾ നമ്മൾക്ക് തിന്മ വേണ്ട, നമുക്ക് നന്മയാണ് വേണ്ടതെന്ന് നമ്മൾ തീർത്തു ഉറപ്പിക്കുക. അതായത് നമ്മൾ പൂർവ്വ ജോസഫിൻ്റെ കഥ അത് പറയുന്നുണ്ട്. 39-ാമത്തെ അധ്യായത്തിലെ ഉൽപ്പത്തി നമ്മളിനി പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നു, നിർബന്ധമായ പ്രേരണ ഉണ്ടായിട്ടും പൂർവ്വ ജോസഫ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ജയിലിലായി എങ്കിലും അവന് സന്തോഷമായി, തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളതായിരുന്നു. അപ്പം ജോസഫിൻ്റെ പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എപ്പോഴും ആ പ്രാർത്ഥനയോടുകൂടി ജീവിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ അത് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മളും ആ രീതിയിലായിരിക്കണം ദൈവത്തെ ഇവിടെ നമ്മൾ ഇടപെടേണ്ടുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിനുള്ള സ്ഥാനം ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. അപ്പോൾ നമ്മളെ ആ പ്രാർത്ഥന ശക്തമല്ലെങ്കിൽ തീർച്ചയായിട്ടും പിശാചിന് നമ്മളെ ആ തിന്മയിലേക്ക് വീഴ്ത്താൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ഈ 2 അധ്യായങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം അവിടുന്ന് യാത്ര തിരിക്കുകയാണ്, മറ്റ് ദേശത്തോട്ട് യാത്ര തിരിക്കുകയാണ്. കാനാൻ ദേശത്ത് നിന്ന് അവിടെ ഷൂറിന് അടുത്ത് ഗെരാറിലേക്ക് പോയി പാർക്കുകയാണ്. ഗെരാറിൽ പരദേശിയായിട്ട് പാർക്കുന്നു. എന്തിനാണ് അങ്ങനെ പോയതെന്ന് ദൈവം ആജ്ഞാപിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ സ്വന്തമായിട്ടുള്ള ബുദ്ധിയിൽ അങ്ങ് തീരുമാനിച്ചു, ലോത്ത് ഒക്കെ തീരുമാനിച്ചു. പക്ഷേ അബ്രഹാം ലോത്തിൻ്റെ കൂട്ടായിരുന്നില്ല. കൂടുതലും ദൈവത്തിലെ ഉള്ള ആശ്രയവും ദൈവത്തിൻ്റെ കരുണയിലും പരിപാലനയിലും ആശ്രയിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദോഷം വന്നപ്പോഴും അവിടെ പണ്ട് ഈജിപ്തിൽ പോയതുപോലെ
കാനാനിൽ അവിടെ ഈ ക്ഷാമം ഉണ്ടായപ്പോൾ ഈജിപ്തിലോട്ട് പോയി. ഈജിപ്തിൽ പോകാൻ ദൈവം അനുവദിച്ചില്ല, ദൈവത്തിനോട് ചോദിച്ചില്ല. അതുപോലെ ഇപ്പോഴും ചോദിക്കാതാണ് പോയിരിക്കുന്നത്. എന്നിട്ട് പുതിയ സ്ഥലത്ത് ചെന്നപ്പോൾ ഈജിപ്തിൽ പറഞ്ഞതുപോലെ തന്നെ സാറ എൻ്റെ സഹോദരിയാണെന്നാണ് പറഞ്ഞത്. കാരണം അപ്പോഴും ജീവഭയം. സുന്ദരിയായ ഭാര്യയെ, വാർദ്ധക്യമാണെങ്കിൽ സുന്ദരിയായിരുന്നു, അതുകൊണ്ട് അവളെ എന്നെ കൊന്നിട്ട് അവളെ എടുക്കും എന്നുള്ളൊരു ധാരണ, ഒരു വിചാരം എപ്പോഴും അബ്രാഹത്തെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് അത് അവിടെ ഈജിപ്തിലെ പോലെ അവിടെയും തന്നെ അങ്ങനെ പറഞ്ഞു വരുത്തി. അപ്പോൾ അതുകൊണ്ട് പറ്റിയ ദോഷം അവൾക്ക്, സാറായിക്ക് മാനഹാനി ഉണ്ടായാലോ അതൊന്നും ചിന്തിച്ചില്ല. സ്വന്തം ജീവനാണ് അവിടെ ശ്രദ്ധിച്ചത്. ഇവിടെ അത് തെറ്റാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ച ഇത് എങ്ങനെയാണ് ഭാര്യയെ ഏൽപ്പിച്ചത്? ഭാര്യയെ വിവാഹം കഴിച്ച് അവളെങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ, എൻ്റെ ജീവൻ രക്ഷിച്ചാൽ മതി എന്നുള്ളതാണോ? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ ദൈവം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞ് പരത്തിയപ്പോൾ എന്ത് ചെയ്തു? അവിടെ ആ ഈജിപ്തിലെ പോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. അവിടുത്തെ രാജാവ് അബീമേലെക്ക് അബ്രാഹത്തിൻ്റെ ഭാര്യയെ സാറായി ആളയച്ച് വരുത്തി. കാരണം ആളുകളെല്ലാം പറഞ്ഞ് കാണുമ്പോൾ ഒരു വലിയ സുന്ദരിയായ ഒരു സ്ത്രീയാണ് അത്. അതുകൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ, അന്തഃപുരത്തിൽ അലങ്കരിക്കേണ്ടുന്നതാണ് അവൾ, അല്ലാതെ അവരുടെ കൂടെ, ആ വൃദ്ധൻ്റെ കൂടെ നടക്കേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അബീമേലെക്ക് ഉടനെ ആളയച്ച് വരുത്തി അവളെ ഭാര്യയായിട്ട് അന്തഃപുരത്തിൽ സ്വീകരിച്ചു. പക്ഷേ അവളുടെ ദേഹത്ത് തൊട്ടിട്ടില്ല, അവളെ സമീപിച്ചിട്ടില്ല. കാരണം കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ എപ്പോഴും ഇവിടെ നമ്മൾ ഈജിപ്തിൽ കണ്ടതാണ്, ഫറവോയുടെയും സാറായുടെയും കാര്യത്തിൽ. അതുപോലെ തന്നെ ഇവിടെ അബീമേലെക്കിനും അതിനുള്ള അകലം കർത്താവ് കാത്തിരുന്നു. കാരണം കർത്താവിന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി മാറ്റി നിർത്തിയവരെ സംരക്ഷിക്കുന്ന ഒരു പരിചയമാണ് എപ്പോഴും കർത്താവ്. ആജീവനാന്തം കൂടെ അങ്ങനെ ഒരു രക്ഷാകവചം ഒരുക്കി കർത്താവ് അവരെ സംരക്ഷിക്കും. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അബീമേലെക്ക്, അപ്പോൾ കർത്താവ് ഒരു ദിവസം സ്വപ്നത്തിൽ അവനോട് പ്രത്യക്ഷപ്പെട്ട അബീമേലെക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു. കാരണം അവൾ ഒരുവൻ്റെ ഭാര്യയാണ്. അബീമേലെക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവെ, നിരപരാധനെ അങ്ങ് വധിക്കുമോ? അപ്പോൾ വിജാതീയരിൽപ്പെട്ടവരായാലും ഈ കർത്താവിനെ അറിയാത്തവരായാലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശക്തനായ ദൈവമാണ്, നീതിമാനാണ്, സ്നേഹമയിയാണ്, കരുണാമയനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, അതേസമയം തന്നെ അനീതി കാണുന്നിടത്ത് തക്കതായ ശിക്ഷ കൊടുക്കുന്നവനുമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അബീമേലെക്ക് ചോദിക്കുന്നത്, കർത്താവിനോട് ചോദിക്കുന്നു, അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അവിടുന്ന് നിരപരാധനെ അങ്ങ് വധിക്കുമോ? അവനെ പിണമായി പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, അവനും അവൻ്റെ ദേശവും എല്ലാം നശിക്കും, ജനങ്ങളും. അവൾ പറയുന്നത്, എങ്ങനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവരെ വധിക്കുമോ എന്ന്. അപ്പോൾ അബീമേലെക്ക് ഇവിടെ തെറ്റ് എന്താണ് വന്നിട്ടുള്ളത്? സാറായ സാബരൻ്റെ, ദൈവത്തിൻ്റെ പ്രവാചകനായ ദൈവപുരുഷനായ അബ്രാഹാമിൻ്റെ ഭാര്യയെ സ്വന്തമാക്കി എന്നുള്ളതാണ്. അപ്പോൾ പറയുന്ന അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു. അപ്പോൾ നിർമ്മല ഹൃദയത്തോടും കറയറ്റ കൈകളോടും കൂടെയാണ് ഞാനിത് ചെയ്തത്. കാരണം അതിൽ ദുഷ്പ്രവൃത്തിയൊന്നും കണ്ടില്ല. ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ മറ്റുള്ളവരുടെ കൂടെ അവിടെ അലിഞ്ഞു തിരിയണ്ട, മറ്റൊരു ജീവിതം കൂടാരത്തിൽ വസിക്കേണ്ട, ഇവിടെ കൊട്ടാരത്തിൽ അന്തഃപുരത്തിലായി കഴിയട്ടെ എന്നാണ് അബീമേലെക്ക് ചിന്തിച്ചത്. അപ്പോൾ അവളുടെ സൗന്ദര്യത്തിനും ഒക്കെ ഒത്തവണ്ണം ഇവിടെ കഴിയണം. അപ്പോൾ അതാണ് ചിന്തിച്ചത്. അപ്പോൾ അതാണ് പറഞ്ഞത്, അവളവിടെ ദുഷ്ടതയായിട്ടൊന്നും ഞാൻ ചിന്തിച്ചില്ല, അവളെ വഴിയാധാരമാക്കണമെന്നൊന്നും ചിന്തിച്ചില്ല, അവനെ ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ നിരപരാധനെ അങ്ങ് വധിക്കുമോ? ഞാൻ അപരാധം ഒന്നും ചെയ്തിട്ടില്ല, നീതിയായിട്ട്. അന്നത്തെ നാട്ടു നടപ്പതായിരുന്നു. ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ പ്രഭുവിൻ്റെ അവരുടെ ഭവനത്തിൽ, അവരുടെ കൊട്ടാരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള സൗന്ദര്യം കൂടുതലുള്ള അവരാഗ്രഹിക്കുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർക്കവിടെ സ്വീകരിക്കാമായിരുന്നു.
അപ്പോൾ കർത്താവ് സ്വപ്നത്തിൽ അവിടെ പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്, അവളെ സമീപിക്കുന്നതിൽ നിന്ന് ഞാനാണ് തടഞ്ഞത്. അതുകൊണ്ട് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നതാണ്. അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക, അവൻ പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴിവിടെ അവരെ തിരിച്ചേൽപ്പിക്കുക. പക്ഷേ അബീമേലെക്ക് അവിടെ ചെന്ന് അവനോട് അബ്രഹാമിനോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇത് ദൈവചിന്തയില്ലാത്ത തീർത്തുമില്ലാത്ത ഒരു നാടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അബീമേലെക്ക് പറയുന്നത്, എന്തെല്ലാം ദോഷമാണ് എനിക്ക് എൻ്റെ കൊട്ടാരത്തിൽ വന്നത്. ഭാര്യമാരും എല്ലാവർക്കും അതൃപ്തി, എല്ലാവർക്കും അന്തപുരത്തിലുള്ള സ്ത്രീകളും അവർക്കാർക്കും ഗർഭം ഉണ്ടാകുന്നില്ല, പ്രസവിക്കത്തില്ല, അവന് സന്താനങ്ങളില്ലാതെ കഴിയണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ വരുത്തി വെച്ചത് നീയാണ്. നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഉള്ളത് പറഞ്ഞുകൂടായിരുന്നു നിനക്ക് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴൊക്കെ ഇതാണ് ദൈവം ഇല്ലാത്ത ഒരു നാടാണെന്ന്, തീർത്തും അങ്ങനെ ദൈവഭയം ഇല്ലാത്തവരാണെന്ന് ഞാൻ തീർത്തും അങ്ങ് വിശ്വസിച്ചു. ദൈവഭയം തീരെ ഇല്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവൻ ചെല്ലുന്ന ഇടങ്ങളെല്ലാം അവൻ ഇങ്ങനെ സഹോദരനാണെന്ന് പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അബീമേലെക്ക് അബ്രാഹത്തിന് അതിന് പ്രായശ്ചിത്തമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ പ്രായശ്ചിത്തമാകണമല്ലോ, അതുകൊണ്ട് ധാരാളം സമ്പത്തുകൾ കൊടുത്തു. ആടുമാടുകളെയും ദാസന്മാരെയും ദാസിമാരെയും ഒക്കെ ആവശ്യത്തിന് കൊടുത്ത് യാത്രയാക്കാനാണ്. എന്നിട്ട് സാറായുടെ മുൻപിൽ വെച്ച് സാറായോട് പറഞ്ഞു, നിൻ്റെ സഹോദരന് ഞാനിതാ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. നിൻ്റെ കൂടെയുള്ളവരുടെ മുൻപിൽ നിൻ്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും. അത് നിന്നെ ഞാൻ ദുഷ്ടവിചാരത്തോടെ ഞാൻ സ്വന്തമാക്കിയതല്ല, അത് മറ്റുള്ളവർക്കത് തെളിവാകണം. അതിനു വേണ്ടി നീ പരിശുദ്ധയാണ്. അതുകൊണ്ട് അതിൻ്റെ വേണ്ടി 1000 വെള്ളി നാണയങ്ങൾ ഞാൻ കൊടുക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവർക്ക് കൊടുത്ത് അവരെ ധാരാളം സമ്പത്തുകളുമായിട്ട് കന്നുകാലികളും എല്ലാമായിട്ട് അവിടുന്ന് വേലക്കാരികളെല്ലാമായിട്ട് അവിടുന്ന് യാത്രയാക്കുകയാണ്. അബ്രഹാമാവും സാറായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അബീമേലെക്കിനും അന്തപുരത്തിലുള്ള സ്ത്രീകൾക്കും അവരുടെ ജനങ്ങൾക്കും വേണ്ടി ജനതകൾക്കും വേണ്ടി അവർ സൗഖ്യം പ്രാപിച്ചു. അവരുടെ വന്ധ്യത എല്ലാം അകന്നുപോയി എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കണം. നമ്മൾ പൂർവ്വ ജോസഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് അവിടുന്ന് ജോസഫിന് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം തിന്മ ചെയ്തു പോകുമായിരുന്നു. പക്ഷേ അവിടുന്ന് ദൈവഭയം കൊണ്ട് അവിടുന്ന് ജോസഫ് അവിടുന്ന് രക്ഷപ്പെട്ടു. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ദൈവത്തിനെതിരായിട്ട് ഞാൻ തിന്മ ചെയ്യണമോ, ഞാൻ തിന്മ ചെയ്യാൻ സാധിക്കുമോ എനിക്ക് എന്നാണ് അവിടുന്ന് ജോസഫ് പറഞ്ഞത്. അത് ചെയ്യാൻ ഒരിക്കലും പാടില്ല, എന്തു വന്നാലും ശരി തന്നെ. അങ്ങനെയാണ് ജയിലിലാകുന്നത്. അപ്പോഴും അതിനെപ്പറ്റി പരിതപിക്കുകയല്ല ചെയ്തത് ജോസഫ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലും ഇതാണ്. നമ്മൾ സാധാരണ പുറമേ കാണുന്ന പകിട്ട് വെച്ച് നമുക്ക് ഒരു ദേശം ദൈവം തന്ന് നമ്മളെ പരമ്പരയായിട്ട് നമ്മൾ താമസിക്കുന്ന ദൈവം അനുഗ്രഹിച്ച നാടാണതെങ്കിൽ അവിടെ വിട്ട് പോകേണ്ടെന്ന ആവശ്യമില്ല. ദൈവത്തോട് ചോദിക്കണം പോകേണ്ടി വന്നാൽ. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പോകേണ്ടി വരുന്നുണ്ട്, ഒരിടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ പോയി വാസം ഉറപ്പിക്കാൻ. അത് ദൈവത്തോട് ചോദിക്കണം, ഞാനിത് ചെയ്യുന്നത് ശരിയാണോ, ദൈവമേ അവിടത്തേക്കിത് നിരക്കുന്ന അവിടത്തേക്ക് ഇഷ്ടമാണോ ഞാൻ പോകുന്നത്, അവിടത്തേക്ക് എതിർപ്പില്ലെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും അറിയിക്കും. അപ്പോൾ അങ്ങനെ വേണം പോകാൻ. അല്ല സ്വന്തം ഇഷ്ടത്തിന് പോയാൽ ലോത്ത് പോയതുപോലെ ആയിപ്പോകും. ഇവിടെ അബ്രഹാം സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. പക്ഷേ ദൈവം അത് ക്ഷമിച്ചു. ഇവിടെ ആരോടാ? അബ്രഹാത്തിനോട്. എന്തുകൊണ്ടാണ് ദൈവം ക്ഷമിച്ചത്? അബ്രഹാം ചെയ്ത തെറ്റ് കാര്യമാണ്, ദൈവത്തോട് ചോദിച്ചില്ല. ഒരു സാധാരണ ഒരു കാര്യമാണ്, അതിനൊക്കെ പറ്റി ഇത്ര ചോദിക്കാൻ എന്താണെന്ന് വിചാരിച്ചു. എന്നാൽ ചോദിക്കുക, ഈ ഈജിപ്തിലെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ തെറ്റ് ചെയ്തില്ലേ, ഇതുപോലെ സംഭവിച്ചില്ലേ, അതിനെപ്പറ്റി ചിന്തിച്ചുകൂടായിരുന്നു. അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോൾ ഇവിടെ അപ്പോൾ അബ്രഹാം നമ്മളിവിടെ കാണേണ്ടുന്നത് നമ്മുടെ തെറ്റുകൾ, അബ്രഹാത്തിൻ്റെ തെറ്റുകൾ, ഇങ്ങനെ വന്ന തെറ്റുകൾ ദൈവം അത് മാപ്പാക്കി കൊടുത്തു. അത് നന്മയ്ക്കായിട്ട് തീർത്തു. മറ്റുള്ളവർക്ക് നന്മയ്ക്കായിട്ട്
തീർത്തു. അബീമേലെക്കും അത് ദൈവത്തോട് സമരസപ്പെട്ട് ആ ചെയ്ത തെറ്റുകളെ പശ്ചാത്തപിച്ചപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്തപ്പോൾ അവർക്കും അനുഗ്രഹമായി മാറി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണെങ്കിൽ, ആരെയായാലും ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യർക്ക് ഒരു തെറ്റ് വരാൻ ദൈവം അനുവദിക്കത്തില്ല. അഥവാ വന്നാൽ തന്നെ അവർക്കത് ദോഷമായിട്ട് വരാതിരിക്കാൻ അവരുടെ ഇടയിലും അവരുടെ അതിന് കാരണക്കാരായവരുടെ ഇടയിലും അവരുമായിട്ട് ഒരു പരിചയമായിട്ട്, കോട്ടയായിട്ട് ദൈവം അവിടെ കൂടെ ഉണ്ടായിരിക്കും. ആണ് നമ്മൾ 19-ാം സങ്കീർത്തനത്തിൽ 12-13 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ പിഴകളെ തിരിച്ചറിയുന്നവൻ ആര്? രഹസ്യ കാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. പിഴകളെ തിരിച്ചറിയുന്നവനാരാ? മനുഷ്യരല്ല. എനിക്ക് എൻ്റെ പിഴകൾ അറിയത്തില്ല, ദൈവത്തിനറിയാം ഞാൻ രഹസ്യമായിട്ട് അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ. അപ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ നിരപ്പാക്കണമേ, എന്നെ ഒഴിവാക്കണമേ, എന്നോട് പൊറുക്കണമേ എന്നാണ് ആ സങ്കീർത്തന വാക്യം. നമുക്കെപ്പോഴും അത് ഉരുവിടാവുന്ന ഒരു പ്രാർത്ഥനാ വാക്യമാണ്. അറിയാതെ നമ്മൾ എന്തെല്ലാം ചെയ്തു പോകുന്നു, നമ്മൾ ബോധപൂർവം അല്ലാതെ ചെയ്യുന്നത്. അതാണ് രഹസ്യ കാര്യങ്ങളിൽ നിന്ന് എന്നെ കുറ്റവിമുക്തനാക്കണമേ എന്ന്. കാരണം പാപങ്ങൾ അറിയുന്നത് ദൈവമാണ്. അപ്പോൾ അതുപോലെ 12-13 വാക്യവും പറയുന്നുണ്ട്, ദുഷ്ടന്മാർ എന്നിൽ അധികാരപ്പെടാതിരിപ്പാനും. ഞങ്ങളിൽ നിന്ന് ഞാൻ അങ്ങനെയൊക്കെ പറയാം, കാരണം നമുക്ക് ഒരാൾക്ക് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പറയുമ്പോൾ, ഞങ്ങളിൽ അധികാരപ്പെടാതിരിപ്പാനും പാപങ്ങളിൽ നിന്ന് ഞങ്ങൾ വെളിപ്പാക്കപ്പെടുവാനുമായിട്ട് അന്യായത്തിൽ നിന്ന് അവിടുത്തെ ദാസരായ ഞങ്ങളെ തടയണമേ. അന്യായങ്ങൾ ചിന്തിക്കുക, പാപം ചെയ്യാതിരിക്കാൻ ചെയ്യുന്ന ഞങ്ങളെ തടയണമേ എന്ന് നമ്മുടെ ആ പ്രാർത്ഥന. അതാണ് ഇവിടെ അബ്രഹാത്തിനും പറ്റിയത്. അപ്പോൾ ദൈവം അതിവിടെ ചെയ്തു. അതുകൊണ്ടാണ് അവിടെ അബ്രഹാത്തെ ശിക്ഷിക്കാതിരുന്നത്. അബ്രഹാത്തിനെ ദൈവം അപ്പോൾ അവിടെ കാത്തുകൊണ്ടു. ആ ചെറിയ പാപം, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇങ്ങനെ വരുന്ന പാപങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കും. ആ തിന്മയെ, അവർക്ക് വരാവുന്ന തിന്മകൾ തിന്മയായിട്ട് വരികയില്ല. ആ ദൈവം അവർക്ക് നന്മയായിട്ട് മാറ്റും. അപ്പോഴത്തേക്ക് പ്രയാസമൊക്കെ തോന്നും, എന്നാൽ അത് ആവശ്യമാണല്ലോ. കാരണം തെറ്റുകൾ അറിയാതെ ആയാലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും കൂടെ ഞങ്ങളെ ഒഴിവാക്കണമെന്ന് സങ്കീർത്തകൻ അവിടെ 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. അതുപോലാണ് ഇവിടെയും നമുക്ക് സംഭവിക്കുന്നത്. ബോധപൂർവം വരുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ തെറ്റുകൾ, നമ്മളിപ്പം പരസംഗം ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ഇപ്പം കൊല ചെയ്യുന്നില്ല, അതൊക്കെ ബോധപൂർവമൊക്കെ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ കള്ളസാക്ഷ്യം പറയും, ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ ചതി മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നമ്മളെ പ്രേരണ കൊണ്ട് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നമ്മൾ ചതിക്ക് കൂട്ടു നിൽക്കേണ്ടി വരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അപരാധങ്ങളാണ്, തെറ്റുകളാണ്. അതൊക്കെ വലിയ തെറ്റുകളാണ്. ദൈവം ഏറ്റവും വിരോധിക്കുകയാണ് ബോധപൂർവം ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ, ആ തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കണമേ, ഞങ്ങളെ തടയണമേ എന്നാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മുക്തരാക്കണമെന്നല്ല, അത് വരാതിരിക്കുന്നതിന് വേണ്ടി ആ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ 13-ാം വാക്യം പറയുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ ആ തെറ്റുകളിൽ നിന്നും ദൈവം നമ്മളെ ഒഴിവാക്കും. അത് നമുക്ക് ഇവിടെ വരികയില്ല. അതാണ് ഇവിടെ സാറായിക്കും അബ്രഹാമിനും അറിഞ്ഞുകൊണ്ട് അവന് അബീമേലെക്കിന് ചെയ്യാൻ പറ്റിയില്ല, അബീമേലെക്കിനെ തടഞ്ഞിരുന്നു കർത്താവ്. അപ്പോൾ ശക്തമായ പ്രാർത്ഥന നമുക്കില്ലെങ്കിൽ എപ്പോഴും, കാരണം അബ്രഹാമും സാറായും ഒക്കെ ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രാർത്ഥന നമുക്കില്ലെങ്കിൽ ഈ കാലത്ത് പിശാച് നമ്മളെ പെട്ടെന്ന് പിടികൂടും, നമ്മൾ വീണു പോകും, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, നമ്മളും തിന്മയിലായി പോകും. അവിടെ ആ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ രക്ഷ നമ്മൾ ഉറപ്പിക്കണം. എബ്രായർ പുസ്തകം 4 അധ്യായം 1 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നാം ഭയപ്പെടണം, പൗലോസ് പറയുന്നത്. അപ്പോൾ തിന്മ ചെയ്തുകൊണ്ട്, തിന്മയ്ക്ക് കൂട്ടുചേർന്നുകൊണ്ട്, സഹകാരികളായിക്കൊണ്ട് നമുക്കത് സാധിക്കുമോ?
നമ്മളിങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം. എബ്രായർ 4:1 ദൈവത്തിൻ്റെ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നാം എപ്പോഴും ഭയപ്പെടണം. ഭയപ്പാടോടുകൂടി നമ്മൾ ചിന്തിക്കണം. നിത്യവിശ്രമം എന്തോ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഇത് ഞാൻ ചെയ്താൽ അതാണ് ജോസഫ് ചിന്തിച്ചത് 39-ാം അധ്യായത്തിൽ. എനിക്ക് ഈ തിന്മ ചെയ്താൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കത്തില്ല, ദൈവത്തിൻ്റെ കൂട്ടുകെട്ടി എന്നുള്ളതായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. അപ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ ഇപ്പം ദീർഘക്ഷമയോടുകൂടി അബ്രാഹാം എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ തന്നെ ഇരുന്നു. കാരണം ഒരു സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു, അതുപോലെ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 21-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ കാണുന്നത്, കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. അബ്രാഹത്തിൽ നിന്ന് ഗർഭം ധരിച്ചാണ് പ്രസവിച്ചത്. ഏത് അമൃതപ്രായമായ ശരീരങ്ങളിൽ നിന്ന് അവർക്ക് മകനുണ്ടായി. അപ്പോൾ സാറായിൽ ജനിച്ച മകൻ ഇസ്ഹാക്ക് എന്ന് അബ്രാഹാം പേരിട്ടു. കുഞ്ഞ് പിറന്നിട്ട് 8-ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിച്ഛേദനം നടത്തി. അബ്രഹാത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് ജനിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് കഴിഞ്ഞ് നമ്മൾ 18-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ടു, ഞാൻ അടുത്ത വസന്തത്തിൽ ഇവിടെ വരും, നിങ്ങളെ സന്ദർശിക്കും, അപ്പോൾ സാറായിക്കൊരു കുഞ്ഞുണ്ടായിരിക്കും, ഒരു മകൻ ഉണ്ടായിരിക്കും ആ കർത്താവ് കാണാൻ വരുമ്പോൾ എന്നാണ് കർത്താവ് അനുഗ്രഹിച്ചത്. അപ്പോൾ അത് അബ്രാഹാമും സാറായും, പ്രത്യേകിച്ച് അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് കാണുന്നത്. ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. എബ്രായർ 6:12 നിങ്ങൾ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം. വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ എങ്ങനെ? വിശ്വാസവും ദീർഘക്ഷമയും വഴി. സാറായും അബ്രഹാമും തന്നെ. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലെ യോഹന്നാൻ സ്നാപകൻ്റെ പിതാവും മാതാവും. അവർ ശിക്ഷയൊക്കെ വന്നു, എങ്കിലും അവർ കാത്തിരുന്ന് ദൈവം പറഞ്ഞ പോലെ തന്നെ നടക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ 21 ഇപ്പോൾ നമ്മൾ ഈ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സാറാ ദൈവത്തിൻ്റെ കാരുണ്യത്തെ അനുഭവിച്ചപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സാറാ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു, ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും. അവൾ തുടർന്നു, സാറാ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോടെ പറയുമായിരുന്നു? എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു, കർത്താവിൻ്റെ കരുണയാണ്. അപ്പോൾ സാറ ഇവിടെ യഥാർത്ഥത്തിൽ 21:6 ദൈവത്തിൻ്റെ ആ കരുണയും ആ കരുതലിനെയും ആ വാഗ്ദാനം നടപ്പിലായതിനെയും സാറ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെ എല്ലാം അനുഭവിച്ചപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിച്ച് പറയുകയാണിത്. ഇതുപോലെ തന്നെയാണ് ഇതിന് ശേഷം നമ്മൾ 1600 വർഷങ്ങൾക്ക് ശേഷം തന്നെ, ഇതിനും 1600 വർഷങ്ങൾക്കൊക്കെ ശേഷം പുതിയ നിയമത്തിൽ ഇതുപോലെ കാണുന്നുണ്ട്. ഒരു വൃദ്ധയായ ഒരു മാതാവ് സ്ത്രീയെ, പടുവൃദ്ധയായ സ്ത്രീയെ ഇതുപോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ എലിസബത്ത് താൻ ഗർഭവതിയായി ദൈവം പറഞ്ഞ വാഗ്ദാനം പൂർണ്ണമാകുന്നു എന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. നമുക്ക് എന്തെങ്കിലും അതിൽ ലൂക്ക 1:41-42 ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രഘോഷിക്കുകയാണ് അവരുടെ മുൻപിൽ. അപ്പം നമുക്കൊരു നന്മയുണ്ടായാൽ, അനുഗ്രഹം ഉണ്ടായാൽ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞാൽ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ അത് ഏറ്റുപറയണം, സ്തുതിക്കണം. സ്തുതിച്ച് ദൈവത്തിന് നമ്മളത് സാക്ഷ്യം കൊടുക്കണം.
സ്തുതിക്കണം. അതായത് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. സഖറിയായും അത് കഴിഞ്ഞിട്ട് ചെയ്തു. പ്രസവം കഴിഞ്ഞപ്പോൾ, ആ മകനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ സഖറിയായും തുറക്കാതിരുന്ന സഖറിയായും ലൂക്ക 1:68 പറയുന്നുണ്ട്, ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് നമ്മുടെ പ്രവചനങ്ങൾ നടത്തുകയാണ്. ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രവചനങ്ങൾ നടത്തുന്നു. അപ്പോൾ അത് ദൈവം നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ പറ്റി സ്തുതിക്കണം, മറ്റുള്ളവർക്ക് കേൾക്കണം, അറിയണം, പ്രഘോഷിക്കണം മറ്റുള്ളവരുടെ മുൻപിൽ. അപ്പോൾ നമ്മൾ ഇവിടെ പുതിയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ലൂക്ക 9:26 പറയുന്നുണ്ട്, എന്നെയോ എൻ്റെ വചനങ്ങളെ പറ്റിയോ ലജ്ജിക്കുന്ന മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിക്കുന്നവരെ പറ്റി ഞാൻ എൻ്റെ മഹത്വത്തിൽ ദൈവദൂതന്മാരോടൊപ്പം വരുമ്പോൾ ഞാനും ലജ്ജിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനും ലജ്ജിക്കും, അവരെ തള്ളിപ്പറയും. അപ്പോൾ നമ്മൾ ഇത് അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കാത്തപ്പോൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുകയാണ്. എൻ്റെ സ്വന്തം കഴിവെന്നുള്ളതാണ്, അഹങ്കാരമാണ്. ഞാനാണ് ഇതുണ്ടാക്കിയത്, ഞാനാണ്, എൻ്റെ സ്വന്തം കഴിവ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ ദൈവം അതിന് ശാശ്വതമായ ഒരു അനുഗ്രഹം കൊടുക്കുകയില്ല, തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതാണ് ഇത്. നമ്മൾ അവിടുത്തെ സ്തുതിക്കണം. അവിടുത്തെ കയ്യിൽ നിന്ന് നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ തീർച്ചയായും അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. അത് ദൈവം നമ്മളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, എല്ലാ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപസംഹരിക്കാം. അപ്പം നമ്മൾ 21-ാം അധ്യായം 6 വരെയുള്ള 7 വരെയുള്ള ആ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞ് ബാക്കി അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം, മറന്നു പോകാതെ. അപ്പോൾ ഞാൻ പറഞ്ഞ 19-ാം സങ്കീർത്തനത്തിലെ ആ 12, 13 വാക്യങ്ങളും നമ്മൾ മനപാഠമാക്കി എപ്പോഴും ഉരുവിടുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. മറ്റുള്ളവരെ എല്ലാവരെയും അറിയിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ, ദൈവത്തെ എല്ലാവരും അറിയട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും കഴിവുള്ളവർ എവിടെയെങ്കിലും നല്ല ഒരു സ്ഥലം, എല്ലാവർക്കും വന്നെത്താവുന്ന ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് അത് ഒരു വൺ ഡേ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 2.5 മണിക്കൂറോ മതി. നമുക്ക് വചന ധ്യാനത്തിന് വേണ്ടി തയ്യാറാക്കുക. ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും. ഇങ്ങനെ ചെയ്യുന്നവരുടെ കുടുംബങ്ങൾക്കും ധാരാളം അനുഗ്രഹങ്ങൾ വിചാരിച്ചിരിക്കാതെ വരും. വരാവുന്ന ആപത്തുകളൊക്കെ മാറിപ്പോകും. ദൈവം അവിടെ പരിചയമായിട്ട് ചെയ്യുന്ന അവരുടെ ആപത്തുകളിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കും. കോട്ടയായിരിക്കും ദൈവം അവർക്ക്, അതുകൊണ്ട് അവരുടെ ഭവനങ്ങളിലും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കുക, അങ്ങനെ സൗകര്യമുള്ളവർ ചെയ്യുക. ഒരു 2-2.5 മണിക്കൂർ നേരത്തേക്ക് ഒരു വചനധ്യാനം. അപ്പോൾ രോഗസൗഖ്യവും നമ്മുടെ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിയും എല്ലാം അവിടെ നടക്കുകയും ചെയ്യും. നമുക്ക് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.